അമോന്യ രാജാവായ നാഹാശ് ദാവീദിന് ദയ ചെയ്ത രാജാവായിരുന്നു. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഹാനൂൻ രാജാവായി. അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്കു പറയുവാൻ ദാവീദ് തൻ്റെ ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. എന്നാൽ അമോന്യ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞത്, ഇവർ വന്നത് നിൻ്റെ അപ്പനെ ബഹുമാനിച്ചിട്ടല്ല, പട്ടണത്തെ ശോധന ചെയ്ത് ഉറ്റുനോക്കുവാനും അതിനെ നശിപ്പിക്കേണ്ടതിനും വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഭൃത്യന്മാരെ അപമാനിച്ച് പറഞ്ഞയച്ചു. ഇവിടെ രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു കൂട്ടം പ്രഭുക്കന്മാർ എഴുന്നേറ്റു. അവരുടെ തോന്നലുകൾ അവർ യാഥാർത്ഥ്യം പോലെ അവതരിപ്പിച്ചു. ചില തെറ്റിദ്ധാരണകൾ ചിലരെ അപമാനത്തിലേക്കും പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ഒടുവിൽ യുദ്ധത്തിലേക്കും നയിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ആലോചന എപ്പോഴും മാനുഷിക വാക്കുകളാകരുത്, ദൈവിക ആലോചനകളായിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരും. മാത്രമല്ല, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത് എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു.